ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്തെന്ന് കണ്ടാലോ. അപ്പോൾ ഇന്ന് റെഡിയാക്കുന്നത് കരിക്കിൻ്റെ ഐസ്ക്രീം, അതായത് ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീമാണ്. അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കണ്ടാലോ. ഞാനിവിടെ അതിനായിട്ട് എടുത്തിട്ടുള്ളത് വിപ്പിംഗ് ക്രീമാണ്. ഫിയോനയുടെ ഒരു വിപ്പിംഗ് ക്രീമാണ്. ഇത് 229 രൂപയേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം എടുത്തിട്ടുള്ളത് ടെൻഡർ കോക്കനട്ടിൻ്റെ പൾപ്പ്, അതായത് പ്യുവർ നാച്ചുറൽ പൾപ്പാണ്. ഇത് 150 രൂപയേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് 147. ഇവിടെ ടെൻഡർ കോക്കനട്ട് എടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമുക്ക് നല്ല കട്ടായിട്ട് ഇരിക്കുന്നതുകൊണ്ട് അതൊന്ന് അടിച്ചെടുക്കാം. വിപ്പിംഗ് ക്രീം അതുപോലെ തന്നെ ഓപ്പൺ ചെയ്ത് ഒരു ബൗളിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ചെറുതായിട്ട് ബീറ്റ് ചെയ്താൽ പോരാ, നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഈ ഒരു ബൗൾ നിറയുന്ന വരെ, അതായത് നമുക്ക് ആ ഒരു ഫ്ലഫി കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എത്രത്തോളം ബീറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം ബീറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ബീറ്റ് ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസി മാറി വരുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതാ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളായിരുന്നു, ഇപ്പോൾ ഇതോ കാണുന്നില്ലേ വലിയ ക്വാണ്ടിറ്റി ആയിട്ട് കിട്ടുന്നത്. ഇതാണ് ആ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നത്. ഇത് ഒരു ബൗളായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് ഏത് ഇതിലെടുത്താലും നമുക്ക് നന്നായിട്ട് തന്നെ ഫ്ലഫി കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ തന്നെ എടുക്കാൻ പറ്റും. അതിനുശേഷം ഞാൻ തന്നെ ഇങ്ങനെ ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എത്രത്തോളം ബീറ്റ് ചെയ്യാൻ പറ്റും അത്രത്തോളം ബീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുത്താൽ നമുക്ക് അത്രയും ടേസ്റ്റ് കിട്ടും. അതാണ് വിപ്പിംഗ് ക്രീം. പിന്നെ അതിന് ശേഷം ഈ വിപ്പിംഗ് ക്രീമിലോട്ട് ഞാൻ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു ചെറുതായിട്ടൊന്ന് ആ ഒരു കണ്ടൻറ്റ് ഒന്ന് മിക്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് മിൽക്ക് മെയ്ഡ് കൊടുക്കുന്നത്. പിന്നെ അതിലോട്ട് നമ്മുടെ മെയിൻ ഐറ്റം എന്താണ്, കരിക്ക്. ആ ഒരു ടെൻഡർ കോക്കനട്ടോ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. പിന്നെ അതിന് ശേഷം ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത്, അതായത് ഇതിനെ ഒന്ന് ചെറിയൊരു ഡ്രൈ, ഞാനിവിടെ സ്ക്വയർ ടൈപ്പിലുള്ള ഡ്രൈയിൽ വെച്ചിട്ട് 7 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുത്തിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് നല്ല സെറ്റ് ഐസ്ക്രീം. നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ആ ഫ്ലേവർ നന്നായിട്ട് ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ടേസ്റ്റും കാര്യവും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.